ഷീജ, അതാണ് ഇവർ പറയുന്നത്. കാരണം ഇത്രയധികം മണിക്കൂറുകളായി നിന്ന് കത്തിയിട്ടും എന്തുകൊണ്ട് ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല? ഈ അഗ്നിശമന രംഗത്തുള്ള സംവിധാനങ്ങളിൽ വലിയ മാറ്റം വരുത്തണം. നഗരഹൃദയത്തിലുള്ള ഒരു കെട്ടിട സമുച്ചയത്തിലാണ് വലിയ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. അത് 3-3.5 മണിക്കൂർ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യമാണ് അവർ പറയുന്നത്. എന്തായാലും ആശ്വാസമുള്ള ഒരു കാര്യം, ആ കെട്ടിടത്തിൽ നിന്നും സമീപത്തുള്ള മറ്റ് കെട്ടിടങ്ങളിലേക്ക് തീപിടുത്തം വ്യാപിക്കുന്നില്ല. അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെയുള്ള ഫാഷൻ ബസാർ പോലെയുള്ള തുണി കച്ചവടം വലിയ തോതിൽ നടക്കുന്ന ഇടത്തേക്ക് മാറ്റിയിട്ടില്ല. നമുക്കൊപ്പം MLA കൂടെ ഉണ്ട്. ഇത് കത്തെന്ന് പറഞ്ഞാല് തുണിയാണ്, ഇത് മുഴുവൻ. അതാണ് തുണി എന്ന് പറഞ്ഞാൽ കണ്ടമാനം സ്റ്റോക്കും ഉണ്ട്. സ്കൂൾ തുറക്കുന്നതിനെ കൊണ്ട് യൂണിഫോം ഇതൊക്കെ ആയിട്ട്, യൂണിഫോം തന്നെ 10-20 കോടി മേലെ ഉണ്ട് പോലെ. ഇതൊക്കെ എല്ലാ സ്ഥലത്തും കിടക്കല്ലേ. തുണി തീപിടിച്ചാൽ സ്വാഭാവികമായിട്ട് അത്ര പെട്ടെന്ന് കെടൂല. പിന്നെ വേറൊന്നും തന്നെ, ഇത് മൊത്തം ഒരു ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് വെള്ളം എത്തണ്ടേ. ഇപ്പൊ അതാണ് വലിയ പ്രയാസം. അതാ ഇത് മൊത്തം ഇങ്ങനെ അടച്ചു കെട്ടിയതുകൊണ്ട് ഉള്ളിലേക്ക് വെള്ളം എത്താത്ത വിഷയമുണ്ട്. അതാണ് ഇതിന്റെ അകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. നഗരത്തിലെ കച്ചവടക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതെ, എല്ലാവരും പാഠം പഠിക്കേണ്ടതാണ്. കാരണം എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാലും ഇങ്ങനെയാണ്. കാരണം ഇപ്പൊ ഒരുവിധം നിയന്ത്രണ വിധേയമാണ് കേട്ടോ. പുറത്തെ കെട്ടിടത്തിലേക്ക് പടർന്നിട്ടില്ല എന്നുള്ളത് അങ്ങോട്ട് പടർന്നതൊക്കെ പ്രശ്നമായിപ്പോയല്ല. അത് കൺട്രോൾ, അത് അവിടെയൊക്കെ എന്താക്കി. ഫയർ സർവീസുകാർ ഭയങ്കര സർവീസ് തന്നെ കേട്ടോ. അവരിങ്ങനെ പോലീസും അതേമാതിരി. ഇപ്പൊ കളക്ടറുണ്ട്, എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇവിടെ ഉണ്ട്. ഐ തൊട്ട് എല്ലാ കമ്മീഷണർ തൊട്ട് മുഴുവൻ ആളും പോലീസും ഇവിടെ ഉണ്ട്. കുറച്ച് സമയത്തുള്ളിൽ ആകുമെന്ന് നമുക്ക് അല്ല, പരമാവധി ഇടപെടൽ നടത്തുകൊണ്ടാണ് ഇത്രയെങ്കിലും ആയത്. അല്ലെങ്കിൽ വലിയ പ്രശ്നമായി പോകും. നഗരം ആകെ കത്തുന്ന നിലയിലേക്ക് എത്തിപ്പോകും. കാരണം ഇത് ഇനി മൊത്തം തുണി തന്നെയല്ലേ ഇത് പല ഭാഗത്തും. ഫയർ ഓഡിറ്റ് അടിയന്തരമായി തന്നെ വേണ്ടി വരുമല്ലേ? നേരത്തെ SMCയിലൊക്കെ തീപിടുത്തം ഉണ്ടാക്കേണ്ടി വരും. എന്താണ് ഇത്, ഇനി ഇങ്ങനൊരു അവസ്ഥ ഇനി ഉണ്ടാവാൻ പാടില്ലല്ലോ. SMCയൊക്കെ പണ്ട് അതെ. അവിടെ താരതമ്യേന സുരക്ഷിത പറയപ്പോ ചിലപ്പോ ഓരോന്ന് വരുമ്പോഴാണല്ലോ നമുക്കെല്ലാം മനസ്സിലാവുക. കണ്ടെയ്ൻഡ് ആണ് ഓൾമോസ്റ്റ് കൺട്രോളിലേക്ക് പോവാണ്. ഒരു 2 സൈഡിൽ കണ്ടെയ്ൻഡ് ആയി, മിഡിലേക്ക് കുറച്ച് പോർഷൻ ആണ്. അത് നമുക്ക് ഹാഫ് ആൻ അവറിൽ തന്നെ കൺട്രോൾ ചെയ്യും. ഫയറിന്റെ റെസ്പോൺസ് വളരെ നന്നായിട്ടായിരുന്നു. കുറച്ചൊരു സംശയമുണ്ട്, ചില ആൾക്ക് കുറച്ച് ഡിലേ ആണ്, കുറച്ച് ലേറ്റ് ആയത്. പക്ഷേ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് ഞാൻ നാളെ മറ്റന്നാൾ അന്വേഷിക്കാം എവിടെയാണ് ഫയർ സ്റ്റേഷൻ, എത്ര ഫയർ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് 9-10 ഫയർ സ്റ്റേഷൻ നമുക്ക് റൊട്ടേഷനായിട്ട് നോക്കിയിട്ട് വെള്ളം ഫിൽ ചെയ്തിട്ട് വാട്ടർ അതോറിറ്റി കോർപ്പറേഷനായിട്ട് എല്ലാ വാട്ടർ അവൈലബിൾ ആക്കിയിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാ സംവിധാനം, ഫോമും അവൈലബിൾ ആണ്, വെള്ളവും അവൈലബിൾ ആണ്. റൊട്ടേഷൻ ആയിട്ട് യൂസ് ചെയ്തിട്ട് വി ഹാവ് കൺട്രോൾ ദ ഫയർ. ഇഞ്ചറി ഇല്ല, കാഷ്വാലിറ്റി ഇല്ല. ഫസ്റ്റ് റെസ്പോൺസ് ഇത്തിരി വൈകിയെന്നാണ് അല്ല, അത് അവരുടെ ആളുകളാണ്. പക്ഷേ നമുക്ക് ഇൻഫർമേഷൻ അനുസരിച്ച് ഇമീഡിയറ്റ് ആയിട്ട് റെസ്പോൺസ് വന്നു. ഒരു എസ്കലേഷൻ ആണ്. എസ്കലേഷൻ ആയതുകൊണ്ട് നമുക്ക് ആദ്യമായിട്ടൊക്കെ കുറച്ച് ഫയർ ടെൻഡർ വന്നു, അത് കഴിഞ്ഞിട്ട് വേറെ ഫയർ ടെൻഡർ വന്നു. അതിൽ എല്ലാ ഫയർ ടെൻഡർ മൊബിലൈസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി എല്ലാ ഫയർ ടെൻഡർ നമുക്ക് ആക്റ്റീവ് ആണ്. വെള്ളം അകത്തേക്ക് പൂർണ്ണമായി എത്തിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമായിരുന്നല്ലേ ഈ ബിൽഡിംഗിന്റെ കമ്പാർട്ട്മെന്റ്. അതുകൊണ്ട് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല എങ്ങനെയാണ് സ്റ്റേറ്റസ്, അങ്ങനെയാണ് സ്ട്രക്ചർ, ഫയർ സേഫ്റ്റി എങ്ങനെയായിരുന്നു, ഫയർ ഇൻഡസ്ട്രി ഉണ്ടോ ഉണ്ടായിട്ടില്ല, അത് നമുക്ക് ഇപ്പോൾ തന്നെ പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ അന്വേഷിക്കാം. കാരണം ബിൽഡിംഗ് പ്ലാൻ അനുസരിച്ചാണോ അത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. നിർമ്മിതികളുണ്ടോ അത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. കാരണം അത് സീരിയസ് ആയിട്ട് പ്രശ്നം. നിങ്ങൾ നോക്കിയല്ലേ, നമുക്ക് ഒരു 3 മണിക്കൂറായി ഫയർ ഇപ്പോൾ കൺട്രോൾ ആയിട്ടില്ല. പിന്നെ തുണിന്റെ ഒരു ഫയർ സേഫ്റ്റി യൂസ് ചെയ്യാനുണ്ടോ ഈ പർട്ടിക്കുലർ എസ്റ്റാബ്ലിഷ്മെന്റ്സ്. പിന്നെ താഴെ എല്ലാം താങ്ക്ഫുള്ളി ഇപ്പോൾ എല്ലാം മാറ്റിയിട്ട് ഫ്ലെയിംബിൾ ഒബ്ജക്ട്സ് മാറ്റി. ബട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചിട്ട് നമുക്ക് ഒരു ഓഡിറ്റ് വേണോ അല്ലെ? ഫയർ ഓഡിറ്റ് ഇങ്ങനെയൊക്കെ എല്ലാ സ്ഥലത്തും ഫയർ ഓഡിറ്റ് വേണം. എല്ലാ സ്ഥലത്തും ഫയർ ഓഡിറ്റ്, ഫയർ സേഫ്റ്റി ഒരു റിവിഷൻ ഉണ്ടാവണം. ഒരു മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യേണ്ടി വരും. അതൊരു സ്പെസിഫിക് ഇതല്ല, എല്ലാ സ്ഥലത്തിൽ. കാരണം ഇലക്ട്രിക്കൽ ഫയറും ഉണ്ടാവും, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും. ഫയർ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എൻട്രി എക്സിറ്റ്, അത് നമുക്ക് ഈ കേസിൽ നമുക്ക് വളരെ ഒരു പ്രശ്നമായിരുന്നു. അത് ഫയർ റൂൾസ് അനുസരിച്ചാണോ, അത് ഫയർ സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റും നമ്മുടെ ഫയർ ഓഡിറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ എല്ലാ സ്ഥലത്തിലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ട്. We have to just make sure that they do proper fire audits and fire tests also. Mock drill undo, our fire alarm undo, illa namukari idu specific aayittu nokkendi varum. So we'll have to find out. ചെറിയ ആശ്വാസമുള്ളത് മറുവശത്തുള്ള കടകളിലേക്ക് സ്പ്രെഡ് ആവാത്തത്. അത് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ താങ്ക്ഫുള്ളി ഇത് ഫയറിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് റെസ്പോൺസ് ചെയ്തിട്ട് എല്ലാ ഇവാക്യുവേറ്റ് ചെയ്തു. ഫ്ലെയിംബിൾ ഒബ്ജക്ട്സ് മാറ്റി, സിലിണ്ടർ
ജനറേറ്ററും ചെറിയ ടാങ്കേഴ്സ് ആണെങ്കിൽ അത് മാറ്റിയിട്ട് അവിടെ സൈഡിൽ ആ ബിൽഡിംഗിൽ ഒരു ഫയർ പോയിട്ടില്ല. സോ അത് വളരെ നന്നായിട്ട് ഫയർഫോഴ്സ് യൂസ് ചെയ്തിട്ട് പ്രോപ്പർലി അവർ ചെയ്തിട്ടുണ്ട്. സോ ഐ എം ഹോപ്പിംഗ് ദാറ്റ് ഇപ്പോ യെസ് നമുക്ക് 2-3 മണിക്കൂർ പോയി, പക്ഷെ അത് ഫയർ ആണെങ്കിൽ നമുക്കൊരു പറയാൻ പറ്റത്തില്ല സ്പെസിഫിക് ആയിട്ട്. ആൻഡ് അത് നിങ്ങൾ നോക്കുമ്പോൾ ചില കേസിൽ ചെറിയ ചെറിയ ഫയർ ഇപ്പോൾ പുറത്തിൽ പറയുന്നുണ്ട്. അതൊരു ഫയർ ഇൻ റെസ്പോൺസ് ആണ്. വി കനോട്ട് സേ എനിത്തിങ്. സോ വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ കംപ്ലീറ്റ് കൂൾ ഡൗൺ ആണെങ്കിൽ ശേഷം നമുക്ക് പറയാം. ഓക്കെ, താങ്ക് യു. എന്തായാലും അദ്ദേഹം വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അടുത്ത കെട്ടിടത്തിലേക്ക് പോകാൻ കഴിയാതെ എത്താഞ്ഞത് വലിയ ദുരന്തം ഒഴിവാക്കി. ഒപ്പം ഈ ഫയർ സംവിധാനങ്ങളിലെ ഒരു ഓഡിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ, ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്താൻ വൈകിയെന്നടക്കമുള്ള വ്യാപാരികളുടെ പരാതികൾ എന്നിവയൊക്കെ പ്രത്യേകം പരിശോധിക്കും. അക്കാര്യത്തിൽ കൃത്യമായ നടപടിയിലേക്ക് ഈ ഒരു ദൌത്യത്തിന് ശേഷം നീങ്ങും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും